ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ദാൽ ബാഫലെ. അതിന് വേണ്ടിയിട്ട് തുവർ ദാലിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ദാൽ വേകുന്ന സമയത്ത് നമുക്ക് ബാഫലയ്ക്കുള്ള തയ്യാറി ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് ഗോതമ്പ് മാവ്, 1/4 കപ്പ് റവ, 1/4 കപ്പ് മെയ്സ് പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിന് പകരം നമുക്ക് 1/4 കപ്പ് എന്നുള്ള റവ 1/2 കപ്പാക്കി എടുക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 3 സ്പൂൺ ഓയിൽ വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും വേറെ കുക്കിംഗ് ഓയിൽ ഒഴിക്കണം. അതിനകത്തേക്ക് പിന്നെ 1 സ്പൂൺ അയമോദകം, ചെറിയ സ്പൂണിന് 1 സ്പൂൺ അയമോദകവും ചെറിയ സ്പൂണിന് 1 സ്പൂൺ ജീരകവും, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കിയ ശേഷം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിലും ടൈറ്റായിട്ട് വേണം അതിനെ കുഴച്ചെടുക്കാനായിട്ട്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാനായി വയ്ക്കുക. ആ സമയത്ത് നമുക്ക് ഇതിനെ ഷേപ്പാക്കി എടുക്കണം. ഒരു ഇഡ്ഡലി ഷേപ്പ് വേണം ഇതിനെ ആക്കിയെടുക്കാനായിട്ട്. അതെല്ലാം തിളച്ച വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുക്കണം. വെന്ത് കഴിയുമ്പോഴത്തേക്കിന് അത് വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരും. അതിനുശേഷം അത് കോരിയെടുക്കണം. കോരിയ ശേഷം തണുത്തതിന് ശേഷം മാത്രം വേണം നമുക്ക് എയർ ഫ്രയറിനകത്തിട്ട് ഡ്രൈ ആക്കിയെടുക്കാനായിട്ട്. എയർ ഫ്രയറിൽ ഒരു 200 ഡിഗ്രിയിൽ 15 മിനിറ്റ് വെച്ചാണ് വേവിക്കുന്നത്. അത് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തുവെച്ചാൽ മാത്രം മതി. വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് റെഡിയാക്കാനായിട്ട് ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് പൊട്ടുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഇട്ട ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഉള്ളി ഏതായാലും ഇടുക. അത് കഴിഞ്ഞ് ചതച്ച് വെച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കരിയാപ്പില എല്ലാം ഇട്ട് നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ട് വഴണ്ട ശേഷം തക്കാളിക്ക് ഇട്ട് നന്നായിട്ട് വഴട്ടി പരിപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയ ശേഷം ഉപ്പിടുക. ബാഫലെ നമ്മുടെ നന്നായിട്ട് വെന്ത് ഡ്രൈ ആയി. പിന്നെ പരിപ്പിനകത്ത് മല്ലിയില ഇഷ്ടമുള്ളവരിടുക, ഇഷ്ടമില്ലാത്തവരത് സ്കിപ്പ് ചെയ്യുക. പിന്നെ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്ക്കകത്ത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.